ഹായ് ആൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡെൻ്റൽ അസിസ്റ്റൻ്റ് സർജൻ എന്നൊരു തസ്തികയുമായി ബന്ധപ്പെട്ട വിശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. ഇത് ഹെൽത്ത് സർവീസസിലേക്കാണ് ഓൾറെഡി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നിയമനം. ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 4/12/2024 അതായത് ഇനിയുള്ള സമയം നമുക്ക് അപേക്ഷിക്കാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 4-ാം തീയതി വരെ, അതായത് ഡിസംബർ 4-ാം തീയതി വരെ ഇതിനുള്ള സമയം നമ്മുടെ മുമ്പിലുണ്ട്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറി നമ്പറും അതിൻ്റെ വിശദ വിവരങ്ങളും നോക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 375/2024 എന്ന നമ്പറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നിയമനം. ഇനി ഡെൻ്റൽ അസിസ്റ്റൻ്റ് സർജൻ എന്നാണ് തസ്തികയുടെ പേര്. അതായത് അസിസ്റ്റൻ്റ് സർജൻ എന്ന് പറയുന്ന ആ ഒരു പൊസിഷന് തുല്യമാണ്. ഇനിയും ഇദ്ദേഹത്തിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 55,200 മുതൽ 1,15,300 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഇനിയും ഇതിൻ്റെ വേക്കൻസി നിലവിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. അതായത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന വേക്കൻസിക്ക് വേണ്ടിയല്ല നിയമനം വിളിച്ചിരിക്കുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് വരണം. അതായത് പുതിയ നിയമം അനുസരിച്ച് ഓരോ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുമ്പോൾ അതിന് ആനുപാതികമായിട്ട് പുതിയ നിയമന റാങ്ക് ലിസ്റ്റ് ഉണ്ടാകണം. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് PSC പ്രിപ്പയർ ചെയ്യുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നിയമനം ഉണ്ടാകുമെന്നതിൽ സംശയമൊന്നും വേണ്ട, തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ കാണുന്നത്. ഇനി മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് സ്റ്റേറ്റ് വൈഡ് ആണ്. അതായത് സ്റ്റേറ്റ് വൈഡായിട്ട് നടത്തിയിരിക്കുന്ന ഡയറക്റ്റ് എക്സാമിനേഷൻ ആണ് എന്നുള്ളത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെയാണ് ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിഗ്രി ഇൻ ഡെൻറ്റിസ്ട്രി, അതായത് 2 യോഗ്യതകൾ ഇതിന് വേണമെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിഗ്രി ഇൻ ഡെൻറ്റിസ്ട്രി, അതായത് BDS ഓർ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ യോഗ്യതയാണ്. രണ്ടാമത് എന്ന് പറയുന്നത് വാലിഡ് രജിസ്ട്രേഷൻ വിത്ത് കേരള ഡെൻ്റൽ കൗൺസിൽ, അതായത് കേരള ഡെൻ്റൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ യോഗ്യതയാണ്. അതായത് ഒന്നുകൂടി പറയാം, ഈ 2 യോഗ്യതകളിൽ ഏതെങ്കിലും ഒന്നുള്ളവർ എന്നല്ല, മറിച്ച് 2 യോഗ്യതകളും ഉള്ളവർ, 1, 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 യോഗ്യത ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഈ യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾ മടിക്കേണ്ട, ഉടൻ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ അവസാനം നടന്ന എക്സാമിനേഷൻ, അതായത് നിലവിൽ നിലനിൽക്കുന്ന റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കാം. അവസാനമായിട്ട് നടന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് 29/8/2022 അന്നത്തെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 385/2019 എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അതിൻ്റെ എക്സാമിനേഷൻ 29/8/2022 നടക്കുകയും ചെയ്തു. അന്ന് ഈ പരീക്ഷയ്ക്ക് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 63 മാർക്കായിരുന്നു. ടെസ്റ്റിൽ, അതായത് എഴുത്ത് പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന സ്കോർ കിട്ടിയത് 74 മാർക്കായിരുന്നു. അതായത് OMR എക്സാമിനേഷനിൽ ഏറ്റവും ഉയർന്ന മാർക്ക് കിട്ടിയത് 74 മാർക്കായിരുന്നു. ഇനിയും ഈ ഒരു പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയിരിക്കുന്ന മൊത്തം എണ്ണം എന്ന് പറയുന്നത് 16 എണ്ണമാണ്. 16 പേർക്കാണ് മുഴുവനായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത്. അതിൽ തന്നെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കാൻഡിഡേറ്റുകളുടെ എണ്ണം 75 പേര് മാത്രമാണ്. ഇനിയും അടുത്തതായിട്ട് അസിസ്റ്റൻ്റ് ഡെൻ്റൽ സർജൻ ഹെൽത്ത് സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്വൈസിൻ്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മുഴുവൻ പോയത് നമ്മൾ പറഞ്ഞു 16 എന്ന്. അത് അവസാനമായിട്ട് പോയിരിക്കുന്നത് 16/10/2024, അതായത് ഈ ഒക്ടോബർ മാസത്തിലാണ് അവസാനമായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത്. അതിൽ തന്നെ ജനറൽ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 10 പേർക്കും, ഈഴവ റാങ്ക് ലിസ്റ്റിൽ 14ാമത്തെ ആൾക്കും, SC കാറ്റഗറിയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് 2-ൽ നിന്നും പോയതായിട്ട് കാണുന്നു. മുസ്ലിമിൽ വിത്തിൻ OCയിൽ തന്നെ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് തന്നെ ഫില്ലായി പോയിരിക്കുന്നു. ഈ ഒരു രീതിയിലാണ് കാണുന്നത്. കൂടുതൽ ഡീറ്റെയിൽ അതിലേക്ക് ഇനി പോകുന്നില്ല. ഈ ഒരു രീതിയിൽ നിയമനങ്ങൾ നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് സിലബസിലേക്കാണ് പോകാനുള്ളത്. പ്രധാനമായിട്ടും ഇതിൽ വന്നിരിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് പാർട്ട് 1, പാർട്ട് 2 എന്നിങ്ങനെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ പാർട്ട് 1 സിലബസിൽ വരുന്നത് ജനറൽ ഹ്യൂമൻ അനാട്ടമി, ജനറൽ ഹ്യൂമൻ ഫിസിയോളജി, ജനറൽ പത്തോളജി, ജനറൽ ഫാർമാക്കോളജി, ബയോ കെമിസ്ട്രി, മൈക്രോബയോളജി. ഇത്രയുമാണ് പാർട്ട് 1-ൽ വരുന്നത്. പാർട്ട് 2-ലേക്ക് എത്തുമ്പോൾ ഓറൽ അനാട്ടമി ആൻഡ് ഹിസ്റ്റോളജി, കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി ആൻഡ് എൻഡോഡോണ്ടിക്സ്, ഓറൽ പതോളജി ആൻഡ് മൈക്രോബയോളജി, ഓർത്തോഡോണ്ടിക്സ്, പെഡോഡോണ്ടിക്സ്, ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, കമ്മ്യൂണിറ്റി ഡെന്റിസ്ട്രി, പീരിയോഡോണ്ടിക്സ്, ഓറൽ സർജറി ആൻഡ് അനസ്തേഷ്യ, പ്രോസ്തോഡോണ്ടിക്സ് ഇൻക്ലൂഡിംഗ് ഡെന്റൽ മെറ്റീരിയൽസ്.
ഇത്രയും അടങ്ങുന്ന ഒരു സിലബസാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി PSC നൽകിയിരിക്കുന്നത്. തീർത്തും സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസാണ്. തീർച്ചയായിട്ടും ഇത് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് വളരെ അനായാസം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഹെൽത്ത് സർവീസിൽ കിട്ടാവുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ ഈ യോഗ്യതയുള്ളവരെല്ലാം തന്നെ ഉടൻ തന്നെ അപേക്ഷിക്കാൻ നിൽക്കുക. ഉടൻ തന്നെ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഓൺ പ്രൊഫൈൽ കയറി, അതായത് PSCയിൽ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ വഴി ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ യോഗ്യതകളും നിങ്ങളുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അങ്ങനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. എക്സാം വളരെ വേഗം തന്നെ എത്തും. ഇപ്പോൾ PSCയുടെ എക്സാമിനേഷനുകളൊക്കെ വളരെ വേഗത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ എല്ലാവരും ഇതിന് അപേക്ഷിക്കണം എന്ന് കരുതുന്നു. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.